നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെയിം ടാഗിൻ്റെ ഇത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. നെയിം ടാഗ് കിട്ടിക്കണമെങ്കിൽ വില്ലേജറിനെ അല്ലല്ലോ, നമ്മുടെ ഈ ആശാനെ ഒന്ന് ഇത് ചെയ്യാന്ന് പറഞ്ഞു. വില്ലേജറിനെ മറ്റേ ഇതുവഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. വർക്കാവും നോക്കണം. അത് ഏത് എഡീഷനിലാണ്? പക്ഷേ കേസ് വല്ല മോക്സ് വിടാത്ത പോണായെന്താ? ഇവിടെ ചെലന്തി ഉണ്ട്. അല്ലാതെ ചത്തേ ചത്തു. എന്തൊക്കെ മോക്സ് സ്പൂൺ ഇന്ന് കണക്കെടുത്തിട്ട് തഴച്ചാർന്നാണ് എൻ്റെ ഒരു ബുദ്ധി. ബുദ്ധി ഇവിടെ ഇത് മാത്രമുള്ള നമുക്കിതൊക്കെയല്ല ആവശ്യമുള്ളത് തന്നെയല്ലേ ഉള്ളൂ. അതെന്തൊക്കെയാലും ഞാൻ ചോദിക്കാം. അവിടെ എന്തെങ്കിലുണ്ടോ? ഫാമിലി ഇവിടെ ഒന്നുമില്ല എന്നുകൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴേക്കും വല്ല വേറെ വല്ല സാധനം വരാം. വല്ല സാധനം അടിപൊളി. നാക്ക് വഴങ്ങണം. നാക്ക് ജിഗു ജിഗു. നാക്കിൻ്റെ അവസ്ഥ ജിഗു 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 പാടി പല്ലച്ചും പാടി ജിഗു 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 ജിഗു. അല്ല പിന്നെ നമ്മൾ ബെഡ് റോക്ക് പ്ലേയേഴ്സിനോടെ കളി. എത്രയുടെ ഇനി ഇല്ല പോക്ക്. XP എടുക്കണ്ടോ? ആ ട്രെയുടെ അടിയിൽ എന്തോ സാധനമുണ്ട് ഗൈസ്. രണ്ടെണ്ണം താഴേക്ക് കൃത്യം നടക്കുന്നു. പറ്റുന്നു എന്ത് സാധനമാണെന്ത്? സോംബിയാണോ ക്രീപ്പർ? ആ വിച്ച് എൻ്റെ മോനെ ഇവിടെ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്താമോ അവൻ എവിടെയാ നോക്കട്ടെ. വിച്ച് വിച്ചേ ഡാ എന്നെ കണ്ട് പോഷിനറിയാതൊക്കെ എൻ്റെ വയതിക്ക് പോഷിനറിയാതൊക്കെ സ്വയം ചെയ്യണം. എനിക്കടുത്ത് നിന്നവരാണത്. എന്നാ കൊണ്ടോന്നും പറഞ്ഞു. ചെക്ക് മൈ ഇൻവെന്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൺ പൗഡർ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഗൺ പൗഡർ കിട്ടിയേ? ഗൺ പൗഡർ നല്ലതാ. ഞാൻ പ്രതീക്ഷിച്ചു റെഡ് സ്റ്റോൺ ഡസ്റ്റാ. എന്തൊക്കെയാ രണ്ട് ഉണക്ക ഡ്രസ്, ഒരു ഉണക്ക ഇതും കിട്ടി. പക്ഷെ എന്തൊക്കെയാലും അത് നല്ലതാ. റോക്കറ്റ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കാം. ഇനി അടുത്ത വിച്ച് എവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് വരണമെന്തോ. അതിനോട്ട് കിട്ടിയ വിച്ചായിരുന്നു അതിൻ്റെ ഒന്ന് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിച്ചതേ ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റാണ്. കാരണം ഞാൻ
കമ്മോണ സാധനത്തിനകത്ത് റെഡ് സ്റ്റോൺ ഡസ്റ്റ് ആവശ്യമുണ്ട്. അയ്യോ സ്പൈഡർ അതിരി പശക, കാരണം ഞാൻ ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രത്യേകം അതാണൊരു ഇതാണ് സ്കാഫോൾഡിങ്ങിൻ്റെ ഒരു വൃത്തിയായിട്ട ഇത്. നമ്മൾ എത്രത്തോളം നമ്മൾ സ്കാഫോൾഡിങ്ങിൽ ക്രൗച്ച് ചെയ്തിട്ട് സ്കാഫോൾഡിങ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നമുക്കൊന്നും തുറക്കാനും പറ്റത്തില്ല. അതിനകത്ത് മാറിയാൽ മാത്രം അല്ലെങ്കിൽ പൊട്ടിക്കണം, അല്ലെങ്കിൽ മാറണം. അതിനകത്ത് മൊത്തത്തിൽ പൊട്ടിക്കണം ഞാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ പൊട്ടിക്കണം അല്ലെങ്കിൽ മാറണം അവിടുന്ന്, എന്നാൽ മാത്രമേ അത് ക്രൗച്ച് ചെയ്യാൻ പറ്റുള്ളൂ മര്യാദയ്ക്ക്. നമുക്കവർക്കും അറിയാം. അപ്പം എന്തൊക്കെയില്ല, സ്പൈഡേഴ്സിനെ കൊല്ലണം. ഇനി അടുത്ത പണി എന്താണോ എന്തോ, എന്തൊക്കെയാലും ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നന്നായി. സോംബി മാമൻ, സ്കെലട്ടൻ മാമൻ, ക്രീപ്പർ മാമൻ. ഈ വൃത്തിയായിട്ട ക്രീപ്പറിന് ഞാൻ കുറേ നാൾ അന്വേഷിച്ചിരുന്നു. അമ്മച്ചി വെറുതെ പോയി എന്നെ കൊണ്ടുണ്ടോ. വെള്ളത്തിലേക്ക് യശോധേ യശോധേ. ക്രീപ്പർ വൃത്തിയായിട്ട് അവരെ കാണാനില്ല. വീണാനെ വളരെ സൂക്ഷിച്ച് വേണം ഓരോ മൂമെൻറ്റ്സ് നടത്താൻ. കാരണം ചെന്ന് വീഴുന്നത് ക്രീപ്പറിൻ്റെ വായിലേക്കാന്ന് മാത്രം. ക്രീപ്പർ മാത്രല്ലടേ, അണ്ണന്മാർ മുഴുവനുണ്ട്. അണ്ണന്മാർ മുഴുവനുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ പോയി കിട്ടുമല്ലോ. ഇത് കുഴപ്പമില്ല. ക്രീപ്പർ അവിടെ തന്നെ തുള്ളി നിൽക്കും. ഇനി എത്ര 16 പോരാ ഗൈസ്. ഇത്തിരി പ്രശ്നമാണ് ക്രോസ് ബോ ഉപയോഗിക്കുന്നത്. ഇനി ചിലന്തിക്കൊന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളത്തിൽ വീണാം ചെയ്യാൻ പറ്റുന്നോ അല്ല, അവിടെ പെട്ട് കിടക്കും. അവിടെ പെട്ട് കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി. ഓക്കെ. അയ്യോ ചെയ്യാനൊക്കെ പറ്റും, ചെയ്യാത്തായിരുന്നു ഇത്ര നേരം. എനിക്കാ പേടിയാ ക്രീപ്പർ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചാറിനൊരു കുഴപ്പമൊന്നുമില്ല. ക്രീപ്പർ 3, 2, 1 ഗോ. ക്രീപ്പർ അയ്യോ ഭാഗ്യം. എന്താ ഇങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കണേ. അയ്യാ പൊട്ടിത്തെറിച്ച്, അത് തന്നെ പൊട്ടിത്തെറിച്ച്. യെസ്, ഞാൻ വിജയിച്ചേ. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കണ ഈ മാമന്മാരെ ഒന്ന് തീർക്കാം. വാടാ ഒരു ഐഡിയ കിട്ടി.
ഒരു സ്പൈഡർ ഇതെന്ത് വേണം? ആ 2 സ്ട്രിങ്. നമുക്ക് ഈ മാമനങ്ങ് തീർക്കാം. തീർത്തിട്ട് മേളിലേക്ക് പോകാം. കാരണം ഇനി ഒരുത്തിനും കൂടി ഉണ്ട് അവിടെ. ഇനി അടുത്ത ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാം. എത്ര സ്ട്രിങ്? 4 സ്ട്രിങ്. ബോവിൻ്റെ കാര്യം, ബോ തീർന്നു. ഓക്കെ, ഇനി ഫിഷിംഗ് റോഡിന് 2 സ്റ്റിക്ക് ഇല്ല. ഒരു ഫിഷിംഗ് റോഡ് എങ്ങനെ ഉണ്ടാക്കാം? ഒറ്റ ഫിഷിംഗ് റോഡിന് ധാരാളം എനിക്ക് ഉണ്ട്. ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കണേന്നുള്ള മുകളിലുണ്ട് നമ്മുടെ നെയിം ടാഗ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഫാം, നമ്മുടെ ഫിഷിംഗ് ഫാം, ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാം, AFK എന്നൊക്കെ പറയുന്ന സാധനം. എൻ്റെ കാര്യത്തിൽ അധികം കഷ്ടപ്പാടാണ്. ചെസ്റ്റ് ഹോപ്പറൊക്കെ വേണം. നമ്മൾ അത്ര ഒന്നും പോകണില്ല. ഇനി വെള്ളം വെക്കാൻ പറ്റും, പേടിക്കാറില്ല. കിട്ടണേ കൃത്യമായിട്ട്. പച്ചതത്ത കുച്ചതത്ത ചത്ത തത്ത പച്ച തത്ത. ദ ടങ് ട്വിസ്റ്റർ. മലയാളത്തിൽ തന്നെ നാവുളുക്കി. അയ്യോ, അതിങ്ങനെയായിരുന്നു, ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ ആ വീഡിയോ എടുത്ത് ചിന്തിച്ചിട്ടുണ്ടായി. ഇപ്പം ഞാൻ നോട്ട് ബ്ലോഗൊക്കെ വെക്കണം. എങ്ങനെ നോക്കി ഒരു വാട്ടർ ബക്കറ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഹോപ്പർ, എന്നിട്ടാണ് വാട്ടർ ബക്കറ്റ്. ഭഗവാനി ശിവനി ഒരു പോയിന്റ് തന്നെ നമുക്ക് ചെപ്പ് തുറക്കാതൊക്കെ. നമ്മളിപ്പോൾ എന്തിനാ ഒന്നേ ഞാൻ തോന്നുന്നു ഒരു ഡബിൾ ചെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഹോപ്പറല്ലേ? ഹോപ്പർ ഒരെണ്ണം ഉണ്ടാക്കാം. ഇത്രയുള്ളൂ സാധനം. എനിക്ക് ഇത്ര ഓർമ്മയുണ്ട്. അത്ര ഓർമ്മയുള്ളൂ തന്നെ ബാക്കിയത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ട് വേണ്ടേ ഓപ്പർ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ അയ്യോ ഇനി പെൻസ് ഉണ്ടാക്കണല്ലോ. ഞാൻ എത്ര ഫുഡ് തന്നെയാണോ ഫുഡാ അമ്മേ. ഞാൻ വണ്ടിയിൽ ഒരെണ്ണം പോയിട്ടുണ്ട്, അത് പിന്നെടുക്കാം. അത് ടീസ്പൂണായിപ്പോ. പെൻസിൽ വേണ്ടേ? സ്റ്റിക്ക് ഫസ്റ്റ്. സ്റ്റിക്ക് അവിടെ. സ്റ്റിക്ക്
പെൻസിൽ എന്താ പറഞ്ഞാൽ ഒരു കൂട്ടുമ്പഴം വേണം. 3 എണ്ണം. തഴ പോലെ കൃത്യം ഞാനിവിടെ ആക്കി വെച്ചേക്കുന്നതോ മീൻ തുറക്കാം. മീന് അങ്ങനെ 3 പെൻസ്. 3 പെൻസ് ഇനി 3 പെൻസ്. എത്ര പെൻസായാലും എന്താ ഉണ്ടാക്കിയാൽ പോരെ. തെറ്റിക്കരുത് രീതിയൊന്നും. എന്നെ സമ്മതിക്കണം. പൊട്ട ബുദ്ധിയാണ്. ഈ 2 ഞാനിത് മാറ്റാണ്. ആടാ എന്താ സമാധാനം. വണ്ടി സ്റ്റൂ പറ എത്ര എന്തൊക്കെയായിരുന്നു ഇത് വേണ്ട. ബ്ലോക്ക് വേണമായിരുന്നു, ഒരു ഹോപ്പർ വേണം, ഒരു ചെസ്റ്റ് വേണം, പ്രഷർ പ്ലേറ്റ്. ഞാൻ എന്തിനാണ് എന്തോ സാധനം എവിടെയോ മിസ്സായി. പ്രഷർ പ്ലേറ്റ് അടിയാൻ എന്തോ ക്രാഫ്റ്റ്സിലല്ലേ പ്രഷർ പ്ലേറ്റ് തുടങ്ങണം. ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. പ്രഷർ പ്ലേറ്റ് ഞാൻ വയ്ക്കും മൊത്തം. പ്രഷറുള്ള പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ് നല്ല ഹെൽത്ത് വേണം. ഇപ്പം വീണെന്ന് ചോദിച്ചു ഞാൻ. നല്ല വൈറ്റമിനുള്ള സാധനം. 1 2 കുനി. ഇപ്പം അതിനും വേണമല്ലോ അടുത്ത പോക്കണം. ഒരു ഓപ്പും കൂടി ഉണ്ട്. ജസ്റ്റ് വാട്ടർ ലോക്ക് ദാറ്റ് വൺ. ഒന്നങ്ങ് വാട്ടർ ലോക്ക് ചെയ്യാം. പ്രഷർ പ്ലേറ്റ്, ട്രാപ്പ് ഡോർ. ട്രാപ്പ് ഡോർ എൻ്റെ ഒരെണ്ണം ഉണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് ചെയ്യുന്നത്. ഇതെന്താ മൂവാത്തെ? ട്രാപ്പ് ഡോർ വാടോ പോടോ. പതുക്കം കയറി. ഇപ്പോൾ പ്രഷർ പ്ലേറ്റ് ഇല്ലേ, എൻ്റെ മണ്ടയിൽ പ്രഷർ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇനി അവിടെ 2 ബ്ലോക്ക് വെച്ച് കൊടുക്കണം. കോബിൾ സ്റ്റോൺ ആയാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് വെക്കാം. അയ്യോ അയ്യോ ചത്ത്. എൻ്റെ അമ്മ അത്ര നല്ല ആർമറും മുമ്പൊക്കെയേ പോയേ. ആർമറും മുമ്പും പോയാലും കുഴപ്പമില്ല, പക്ഷെ അത്രയും നല്ല സാധനങ്ങൾ പോയില്ലോ. എൻ്റെ ആർമറ് എനിക്ക് എന്ത് തിരിച്ചിട്ടില്ല. എൻ്റെ ആർമറും ഫിഷിങ്ങും
വേണം. അയ്യോ അയണും കട്ട് എൻ്റെ കയ്യിലായിരുന്നു, വെറുതെ അല്ല ഞാൻ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നിയത്. അയ്യോ മട്ടൻ പോയിക്കലേ കിട്ടില്ല. ഏത് ഫിഷിംഗ് റോഡാണ് നല്ലതെന്ന് അറിയില്ല, അതുകൊണ്ട് രണ്ടും എടുത്തു. ബാമ്പു ആദ്യം വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കണ്ടേ. 1 2 3 ഈ ചപ്പ് ചോറെല്ലാം അടക്കി ഒതുക്കി വെക്കട്ടെ. ഞാൻ കൊണ്ടുനടക്കണേ സമ്മതിച്ച് ഞാൻ തന്നെ ഇന്നെങ്ങാണ്ട് എടുത്ത് വെച്ചതായിരുന്നു. സ്റ്റിക്കർ പകുതിയുണ്ടെന്ന് പറയുന്നില്ല. ഒന്നിൽ ഒത്തിരിക്കട്ടെ, ഈ സാധനം ഇനി ആവശ്യമില്ല. ഒത്തിരിക്കട്ടെ ഇത് ഒത്തിരിക്കണ്ട, കയ്യിലിരുന്ന് മതി. പപ്പർ ഫിഷ് ഒരു ആവശ്യമില്ലാത്ത സാധനം. കുക്കാനുള്ള സാധനത്തില്ല. പിക്കാക്സ്, സ്വാഡ്, അക്ഷ്, കഴിക്കാനുള്ള ഞമ്മള്, ബോക്സ് മതി. ഇവിടെ ഇങ്ങനെ പോകാൻ വേണ്ടി പാത്ത്. ഇവിടെ ജൂട്ട് ബോക്സ് ആയിരുന്നു വെക്കേണ്ട, പക്ഷെ കയ്യിൽ കിട്ടിയ ബ്ലോക്ക് എടുത്ത് വെച്ച് ഗൈസ്. അതാണ് വരക്കാവല്ലോ നോക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കമൻറ്റ് ചെയ്യുന്നില്ല. വെറുതെ അല്ല ഞാൻ ക്രോസ് ബോ ഉണ്ടാക്കിയത്, ഒരു അത്യാവശ്യം കൂടി ഉണ്ടായി. ഇവരൊക്കെ റവച്ച് നിൽക്കുക. ഷീൽഡ് തൽക്കാലത്തേക്ക് മാറി, ക്രൗച്ചിൽ നിന്ന് മാറുക. ഇതെടുക്കുക, കൃത്യം പോയിന്റ് നിൽക്കുക. ഇഞ്ചി ഇടയ്ക്ക് നോക്കിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ കൊണ്ടുപോയി നിൽക്കുക. കുറച്ചുകൂടെ താഴെ, കുറച്ചുകൂടെ മുകളിൽ, കുറച്ചുകൂടെ താഴെ, കുറച്ചും കൂടെ. ഇവിടെ ഒറ്റ ഫിഷ്. ഇത്രയുള്ളൂ കാര്യം. കിട്ടി. ഇത്ര നേരം ഇങ്ങനെ നമുക്ക് വരച്ചിട്ടു ഇങ്ങനെ വെച്ചേക്കാം. സ്പ്രിങ് കൃത്യ ക്രോസ് ബോ എടുക്കുക, അതിൻ്റെ വേണ്ടി നടുക്ക് ഇടയ്ക്കുക ചെയ്യാം. ഹെൽത്ത് നല്ലോണം കുറയും. ഒരു ഓറഞ്ച് കളറൊക്കെ എത്തുമ്പോഴേക്ക് നിർത്തണം, ജെല്ലിഷ് കളർ എത്തുമ്പോഴേക്ക് നിർത്തണം, ഇല്ലെങ്കിൽ കയറാകുമ്പോഴേക്കും എൻ്റെ സ്വാധീന പിക്കാക്സിൻ്റെ ഇതുപോലെ. ഇത്ര നേരം ഉണ്ടായിട്ട് എന്താ കിട്ടിയത്?
മറക്കാം, പറയുന്നില്ല. ബോക്സ് അതിൻ്റെ മുകളിൽ ഒന്നും കിട്ടിയില്ലേ? എത്ര ഇട്ടത് വേസ്റ്റാ. എനിക്ക് പിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല, തലയ്ക്ക് ബോധമുണ്ടായ. അതിങ്ങനെ വിഷയകൊണ്ടിരിക്കാം. കയ്യിലേക്ക് ചപ്പ് ചവർ സാധനങ്ങളൊന്നും കയറത്തില്ല എന്ന് മാത്രം. ജൂട്ട് ബോക്സ് അല്ല, നോട്ട് ബോക്ക് അല്ലെങ്കിൽ ജൂട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ നോട്ട് ബോക്സ് വേണമായിരുന്നു. എല്ലാ ചെറുതെല്ലാം റെഡ് ജോണിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ല ലൂട്ടും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അൺബ്രേക്കിംഗ് 3 മോനെ ആരാ പറഞ്ഞ എൻചാൻമെന്റ്സൊന്നും കിട്ടില്ലെന്ന്. എൻ്റെ പൊന്നെ, ഇത് തന്നെ ധാരാളം എനിക്ക്. അൺബ്രേക്കിംഗ് 3 ഒരു ബെഡിങ്ങുള്ള സാധനങ്ങളും കിട്ടിയായിരുന്നെങ്കിൽ. ഒരു മെൻഡിങ് അൺബ്രേക്കിംഗ് 3 അത് മതി. ലക്ക് ഓഫ് സീയിൽ ലക്ക് ഓഫ് ദ സീ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ലക്ക് ഓഫ് ദ സീ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം നമുക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലക്ക് ഓഫ് ദ സീ എന്ന് പറഞ്ഞാലാണ് ശരിക്കും ഗുണമുള്ള സാധനം. ഞാൻ ഇത്രയും നേരം ചൂടടിച്ചിട്ട് ഇതെങ്കിലും കിട്ടിയില്ലോ. അവർ ന്യൂ ഫിഷ് ഫാം, തട്ടിക്കുട്ടി ഫിഷ് ഫാം. അപ്പോൾ ഇതൊന്ന് തമ്മിലിന് വേണ്ടിയിട്ടേ ഇന്ന് എൻ്റെ മോളിൽ കെട്ടാം. അധികം തമ്മിലൊന്നും ഇടാറില്ല, എന്തായാലും നല്ലൊരു സമാധാനത്തിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വന്നില്ലല്ലോ അത്. എന്തൊക്കെയാലും എനിക്ക് സമാധാനമായി. സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയാണ് ചൂണ്ടിടാൻ പോണത്. സാധനം കിട്ടിയെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. വറക്കാവുന്നുണ്ട്, വറക്കായില്ലായിരുന്നെങ്കിൽ പഠിച്ചമ്മീനെ. ഒരു ഹോപ്പറും ഒരു ചെസ്റ്റും വേസ്റ്റെന്ന് വിചാരിച്ചു ഞാൻ. നോക്കുമ്പോഴേ ഒരു എൻചാൻറ്റഡ് എന്തോ സ്റ്റിക്ക് പോലത്തെ സാധനം പറഞ്ഞു നോക്കുന്നു. നോക്കിയപ്പോൾ വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രസമായിരിക്കും. അല്ലാതെ കിടന്ന് ഓഫിൽ കിടന്ന് ചെയ്യാനാ പ്രശ്നം. പക്ഷെ ഓഫിൽ കിടന്ന് ചെയ്യാനും പറ്റത്തില്ല. പവർ പിടിച്ച് വൃത്തിയായിട്ട സാധനം. ഞാൻ എക്സ്പി ഇട്ടു കേട്ടോ, അതാണ് വേറൊരു ഗുണം. അന്നില്ലല്ലോ ഒന്നും. ചിലത് ടപ്പേന്നും പറഞ്ഞുകൊണ്ട് വരും, ചിലത് ടപ്പേന്ന് പറഞ്ഞുകൊണ്ട് വരും, ചിലത് ഇങ്ങനെ കിടന്ന് സമയമെടുക്കും. പക്ഷെ അന്നേരം കിടന്ന് ഹോപ്പറിലേക്കായി വീട്ടിലേക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന് അബദ്ധമായിപ്പോയി. ഒരാവശ്യം ഉണ്ടായില്ല. ഓട്ടോ ക്ലിക്കർ
ഓട്ടോ ക്ലിക്കർ ഒന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞില്ല, ഞാൻ ചുമ്മാ അങ്ങ് ഞെക്കി പിടിച്ച്. ഈ ഫിഷ് എന്ന് പറഞ്ഞ ഈ സാധനം അല്ലാതെ വേറെ ചുമ്മാ ഞെക്കി പിടിച്ചാലും ഇത് വർക്കാവും. അതാണ് വേറെ ഗുണം. ഞാൻ നമുക്ക് സ്ട്രിങ് കിട്ടും, അപ്പോൾ പേടിക്കാനില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. മിക്കതും ഞാൻ കിട്ടും. എൻചാഞ്ചിങ് ബുക്സ് കിട്ടും. ചപ്പും ചവറും സാധനങ്ങൾ ചിലതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വീഴും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെയാണ്. അത് നമ്മൾ കുളത്തിൽ അതിനേക്കാൾ മുന്നേ ഞാൻ വലിച്ചു. ഐ എം സോ ഫുൾ ഓഫ് മൈ സെൽഫ്. ചിലത് ഇങ്ങനെ സമയം എടുക്കും, ചിലത് ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കും. നമുക്കൊരു ലക്ക് ഓഫ് ദ സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊന്നും എടുക്കും. കണ്ട, ചിലതിങ്ങനെ ലേറ്റ് ആയി പോകും. ഇങ്ങനത്തെ ഒരു ലുക്കിംഗ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഇരുന്നിട്ട് ഒരു ലുക്കിംഗ് ഉണ്ട്. ഈ ഒരു ലുക്കിംഗ് നിന്ന് ചെയ്താലേ മര്യാദയ്ക്ക് വരത്തുള്ളൂ. അതെൻ്റെ വേറൊരു പ്രശ്നം. ഒരു ലുക്കിംഗ് ഉണ്ടായിരുന്നത് പോയി കഴിഞ്ഞാൽ പോയി. ഒരു ലുക്കിംഗ് ഉണ്ട്, അത് പോയി. ഇത് കൃത്യം ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണം. ലക്ക് ഓഫ് ദ സീ കിട്ടിയ അത് മതി. നല്ല സാധനം കിട്ടും. എന്താ കിട്ടിയ ലെതർ ബൂട്ട്സ്. കണ്ട, ഓരോ സാധനങ്ങളും നമുക്ക് ജങ്ക് ഐറ്റംസ് കിട്ടും. ചിലപ്പോൾ നല്ല ഫിഷസ് കിട്ടും, ചിലപ്പോൾ പല സാധനങ്ങളും കിട്ടും. പോയി നേരത്തെ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടാ, ഇല്ലായിരുന്നു മര്യാദയ്ക്ക് വരേണ്ടതായിരുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന കാരണം എൻ്റെ ഹെൽത്തും പോയി. ഞാൻ വന്നതിനേക്കാളും മുന്നേ വലിച്ചിട്ടാന്ന് തോന്നുന്നു. മനസ്സിലായി. ഇപ്പം മനസ്സിലായി എന്താ ട്രാപ്പ് ഡോറും പ്രഷർ പ്ലേറ്റിൻ്റെ ആവശ്യം. ഈ ട്രാപ്പ് ഡോർ ഇങ്ങനെ തുറന്നാൽ മാത്രമേ ശരിയായി തറത്തുള്ളൂ. മനസ്സിലായി. ഈ പ്രഷർ പ്ലേറ്റ് ഇങ്ങനെ തട്ടി നിൽക്കും. പ്രഷർ പ്ലേറ്റിൽ ഈ സാധനം അങ്ങ് തട്ടി നിൽക്കും. ഞാൻ ഫിഷാ കിട്ടിയത്. ഇപ്പം ഈ പ്രാവശ്യം മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നല്ല ലൂട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ താഴ്ന്നുമ്പോഴേ വലിക്കണ്ടേ. കണ്ടോ, എക്സ്പി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ എക്സ്പി നമുക്ക് പലതിനും ആവശ്യം വരും. മെയിൻലി ആവശ്യം വരുന്നത് എൻചാഞ്ചിങ്ങിനാണ്. ഒന്നും കിട്ടിയില്ല, വേറെ ഐറ്റം കിട്ടിയില്ല. എന്ത് കഷ്ടമാണ്. നമുക്ക് ഇനി അടുത്തത് അല്ല ഷുഗർ കെയിനും കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ പാം ചെയ്യാം. പിന്നെ ഗൺ പൗഡറൊക്കെ വേണം നിറയെ. പഫർ ഫിഷ് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം പഫർ ഫിഷ്. ഒന്നാമത് നമ്മൾ പോയിസൺ അടിക്കും, കഴിക്കാനും പറ്റത്തില്ല. ഹങ്കർ ഉണ്ടെന്ന് പറഞ്ഞത് കഴിച്ചാൽ ലൈഫ് പോവും. ലൈഫില്ലെന്ന് പറഞ്ഞത് കഴിച്ച് എനിക്കിതാണ് കഴിച്ച ഒരു കാര്യം ഇതിനകത്ത് ലേശ്യം. വീണ്ടും ഒരു ലെതർ ബൂട്ട്, വീണ്ടും ഒരു ലെതർ ബൂട്ട് കിട്ടി. ഏതാ പോക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, പോയി ഫിഷിമ ക്ലിക്ക് ചെയ്യാനില്ലേന് മറ്റേതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഫിഷിമ ക്ലിക്ക് ചെയ്യണം.
മധ്യം മഞ്ഞയിൽ നമ്മൾ എടുക്കണം. എന്നുവെച്ചാൽ എനിക്ക് ഫിഷിന് ഒരു താഴത്തേക്കാണ് പോണേ. അതുകൊണ്ട് ഗൈസ് നമുക്കുണ്ടല്ലോ ഇത്തിരി ഇവിടെ അടുത്ത ഫിഷ്. അപ്പോൾ ഫുഡിന് കരുതി പേടിക്കാനില്ല. അപ്പോൾ എന്തൊക്കെയല്ലേ നമുക്ക് ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്താം. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് അറിയാതെയാണെങ്കിൽ അതല്ലേ ഇതിൻ്റെ ഇങ്ങനെ പിടിച്ച് മറ്റേ നമ്മുടെ വാണ്ടറിങ് ഡ്രൈവറില്ലേ പുള്ളിക്കാരൻ്റെ മെതയിൽ കൊണ്ട് ഒരൊറ്റ വലി പുള്ളിക്കാരൻ ഇങ്ങനെ ഒഴുകിയിട്ട് ഒരൊറ്റ താഴ്ചയ്ക്ക് വീഴും. ആ കോഴീനെ കിട്ടിയില്ലല്ലോ. കൊയ് അതെ ഷീപ്പിൻ്റെ കുഞ്ഞുങ്ങളും. എന്താ അല്ലേ നിങ്ങളങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. ഒരാളിങ്ങ് പോവാ. ഒരാൾ എന്തത് അപ്പുറത്തെ ചങ്കിലേക്ക് പോയപ്പോൾ അത് മാഞ്ഞു പോയി. ഡീസ്പോൺ ആയതാണോ അതോ പോയതാണോ സംശയമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിർത്തുവാണ്. അതാണ് ഇങ്ങനെ വെക്കാം. എൻ്റെ പിന്നെ ലാസ്റ്റത്തെ ഫിഷിങ് ഗൈസ്. ഇനി അത് എന്താ നല്ല ലൂട്ടി കിട്ടുമോ അത് കാണിക്കും നമ്മുടെ ഏറ്റവും നല്ലൊരു ഐഡിയ. കോഡ് ലെതർ ബൂട്ട്സൊക്കെ കിട്ടി. ഹൈ ഇതെന്താ പോവാത്ത ഹൈ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇന്നത്തേക്കുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കേ.